സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്ന് പരാതി. ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത്, യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേര തുടങ്ങി 5 പേർക്കെതിരെ കേസ്. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്ന് സത്യമായിട്ടും അറിയില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? സിനിമയിലെ ഭാഗങ്ങൾ അഭിനയിച്ചു കാണിക്കാനെന്ന വ്യാജന കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് പരാതി. പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തനെ ഞാൻ വിളിക്കണം. എല്ലാവർക്കും അറിയില്ല, കാസ്റ്റിംഗ് കോച്ച് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. വഴങ്ങി കൊടുക്കുന്നവർക്ക് എന്ത് വേണേയാവാം, വഴങ്ങി കൊടുക്കാത്തവർ ഒന്നും ആവില്ല. അവസാനം വരുന്ന അനുഭവിക്കും, അത്രയേ ഉള്ളൂ. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞ ആറാട്ടണ്ണന്റെ ഗ്രൂപ്പാണ്. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം, കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. നമ്മുടെ ഇട്ടവിടത്തോടൊന്ന് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച. അനുജ, ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം 5 പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ഭർത്താവെ, നമ്മളെ പോലീസ് പിടിക്കുന്നാണോ തോന്നുന്നത്? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേന കൈ കെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. അലൻ ജോസ് പെരേര, സന്തോഷ് വർക്കി ഇങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ. പണ്ട് ദിലീപ് എന്നെ കുടിക്കുക പോലെ എന്നെ കൊടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. മരത്തടി മൊണ്ണേ, രക്ഷിക്കണം. ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല. അയ്യോ, ഞാനിനി പീഡിപ്പിക്കില്ല സാർ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും